പൂങ്കുന്നത്തിലാണ് ഉള്ളത്. അവിടുത്തെ പുലികളൊക്കെ എന്തായി, തയ്യാറായോ അനുമോദൻ? അശ്വതി, ചെക്കാമുക്ക് ദേശം 13 വർഷത്തിന് ശേഷമാണ് ഇത്തവണ പുലികളിക്ക് വീണ്ടും ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മളവിടെ നിൽക്കുന്നത് പൂങ്കുന്നത്തുള്ള അവരുടെ പുലിമടയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പുലികളൊക്കെ മയ്യെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ ആയി. നമ്മുടെ ഒപ്പം ജിതിൻ ഇതിന്റെ ഒരു സംഘാടകനാണ്. ഇതിനെ 13 കൊല്ലത്തിന് ശേഷം ചെക്കാമുക്ക് ദേശം പുലികളിക്ക് ഇറങ്ങുന്നു. എന്താണ് നിങ്ങളുടെ പ്രത്യേകത കൊണ്ട്? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 13 വർഷത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് വെച്ച് നമുക്ക് വനിത ഇതായിരുന്നു. നമുക്ക് വനിത 2 എണ്ണമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ നിലവിൽ ഒരു പുലിയാണ് വന്നിട്ടുള്ളത്. നമുക്കതിൽ തികച്ചും ഈ ഒരു സന്ദർഭത്തിൽ വിഷമമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ വരും കഴിഞ്ഞ പ്രാവശ്യം വേഷം സീതാറാം ദേശനിട്ട നിമിഷ ബിജു എന്ന് പറയുന്ന വനിതയ്ക്കായിരുന്നു നമ്മൾ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വരെ നമ്മൾ ലൊക്കേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് നമുക്കൊരു വീഡിയോ തന്നിരുന്നു, ചക്കാമുക്ക് ദേശത്തിന് വേണ്ടി വേഷമിടുന്നു പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ 8 മണിക്കാണ് അവര് സീതാറാമിൽ ദേശക്കാർ വന്ന് കൊണ്ടുപോയെന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയണത്. നമുക്ക് ഉറപ്പ് തരാതെന്നാണ് അവരെ ദേശക്കാര് രാവിലെ വന്ന് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇത് തികച്ചും വളരെ എന്താ പറയാ, ഈ ഒരു നമ്മുടെ പ്ലാനിങ്ങൾ തെറ്റും സർപ്രൈസിന്റെ ഒരു ഇത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആവുന്നതാണ്. അപ്പോ അത് വളരെ ഒരു നിരാശ. സംസാരിച്ചോ? നമ്മൾ സംസാരിച്ചു. പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ സീതാറാമിൽ ദേശക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെയാണ് ഇട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കളക്ടർ എവിടെയും വേഷം ഇടണ്ടായപ്പോൾ കളക്ടറുടെ നിർബന്ധത്തിലാണ് അവിടെ വേഷം ഇട്ടത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇറക്കും നമ്മൾ അതിനൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ആദ്യമേ നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ വാക്കാലെ അവർ ആശാനും നിമിഷ എന്ന് പറഞ്ഞ ചേച്ചിയും കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആശാനായിരുന്നു രതീഷ് എന്ന് പറഞ്ഞത്. രതീഷ് ഒരുപാട് സ്ഥലങ്ങളിൽ വേഷം പോയി ഇടുന്നതാണ്. അപ്പൊ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു നിരാശയാണ്. സൗഹൃദപരമായിട്ട് നമ്മുടെ ദേശത്ത് ദേശങ്ങൾ തമ്മിൽ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്നാലും നമുക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മളെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, 2 ചെറിയ കുട്ടികളും 2 വലിയ മറ്റേ പെൺപുലികളാണ്. നമ്മളെല്ലാം തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചു. നമുക്കിപ്പോ ഒരു ചുരുങ്ങിയത് ഒരു 6 മാസം മുന്നേ ഈ നിമിഷ എന്ന് പറഞ്ഞത് വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറയും, നമ്മൾ അഡ്വാൻസ് കാര്യങ്ങൾ വല്ലതും കൊടുക്കാന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ അടുത്തേക്കാന്ന് പറയും. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളിപ്പോൾ 7 ടീമുകളെല്ലാം നല്ല സൗഹൃദമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മൾ ഓണാഘോഷമില്ല എന്ന് പറഞ്ഞു, അതിനു വേണ്ടി പാടുപെട്ട് നമ്മൾ ആ പുലികളിലേക്ക് നടത്തി. എല്ലാം സൗഹൃദമായിട്ടാണ് നമ്മൾ ചെയ്തത്. അതൊരു സുപ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വന്നിട്ട് അവര് അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞത് ദേശത്തിന്റെ ഒരു വിഷമാണ് അവർ പങ്കുവെക്കുന്നത്. നമുക്ക് ആ വിഷമത്തിനൊപ്പം തന്നെ ഇവിടുത്തെ പോസിറ്റീവായ കാര്യങ്ങളോട് പങ്കുവെക്കണമല്ലോ. കാര്യം 13 വർഷത്തിന് ശേഷമാണല്ലോ നിങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ അവര് പോയാലും നമ്മൾ നമ്മുടേതായ എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ പുലികളിപ്പോ തന്നെ എല്ലാവരും നല്ല വരകളൊക്കെ ഇത് കണ്ടില്ലോ, ഊർജ്ജസ്വലമായിട്ടാണ് ഇരിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഇരിക്കണേ. ഇനിയിപ്പോ ആ പോയെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഒരു വിഷമങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ഒരാളുണ്ട് പുലിന്റെ. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്ന് ഇതാക്കി നമ്മളെ നല്ല രീതിയിൽ അതിൽ യാതൊരു വിധ ടെൻഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ നല്ല രീതിയിൽ. ശരിക്കും പെൺപുലികളെ ഈ മത്സരത്തിന്റെ ഈ ചട്ടങ്ങളിൽ പെൺപുലികൾ വരുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടോ? പെൺപുലികളെ മത്സരിപ്പിക്കുന്നത് അല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ മാർക്ക് കുറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതൊന്നുമില്ല. അപ്പോ നമ്മള് ഏതായാലും ഇപ്പൊ ഇതിന് മുന്നേ ഇങ്ങനെ നമ്മളെ വരില്ല മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരാൾ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി നമുക്കിപ്പോ തൽക്കാലം ഇത് പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് പെൺപുലിക്ക് സുരക്ഷ കൊടുക്കണം. ആ കാര്യത്തിൽ മാത്രമേ ഒരു വിഷമമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 5 മണി തൊട്ട് നമ്മളിവിടെ വരെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 51 പുലിക്ക് 65 ആൾക്കാരാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ 51 പുലിയിലൂടെ അവസാനിപ്പിക്കും. കോർപ്പറേഷൻ നിയമപ്രകാരം 51 പുലിയാണ്. ആ 51 പുലി വെച്ച് നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. 4 മണിക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ പെൺപുലി. നമസ്കാരം ചേച്ചി. നമസ്കാരം. പ്രിയ. എവിടെ? തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂരാണ്. ആദ്യമായിട്ടാണ് പുലികളിക്ക് വേഷം. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ അത് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയുള്ള ആഗ്രഹമാണ്. പിന്നെ വടക്കുന്നാഥനുള്ള ഒരു സമർപ്പണം കൂടിയായിട്ടാണ് നമ്മളിത് ചെയ്യണം. പുലികളി കാണാനൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ആദ്യമായിട്ടാണ്. TV കൂടെ കണ്ടിട്ടുള്ള ഒരു ഇതുള്ളൂ. പിന്നെ തൃശ്ശൂരാണെങ്കിൽ ഇതുവരെ പുലികളിക്ക് അങ്ങനെ കാണാനൊന്നും വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്.
ഈ വേഷം ഇട്ട് ഇത് ഇറങ്ങുന്നവരേക്ക് ഇനിയൊരു ആശങ്കയാണ് അല്ലേ നമുക്കത്? ഉണ്ട്, ആശങ്കയുണ്ട് ചെറുതായിട്ട്. ഇപ്പോ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അല്ലേ നമുക്ക്? അതെ, ഒരാഗ്രഹമാണ് നമുക്ക് ഇതിങ്ങനെ ഒരു പുലി ആവണം എന്നും ഇങ്ങനെ ഇറങ്ങണം എന്നൊക്കെ. പിന്നെ അതിലുപരി വടക്കുന്നാഥനോടുള്ള ഒരു സമർപ്പണം കൂടി ആണ് നമുക്ക്. ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, വടക്കുന്നാഥനുള്ള ഒരു സമർപ്പണമായിട്ട് ഇന്നേവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ഒരു നേർച്ച പോലെ. കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് വേഷം കെട്ടിയതിനു ശേഷം വീണ്ടും കാണാം. അതാണ് ഈ പുലിക്കലയ്ക്ക് പുലി വേഷം കെട്ടാനെത്തിയ ഒരു വനിതയാണ് പ്രിയ. അവര് തൃശ്ശൂർ സ്വദേശിനിയാണ്. ആദ്യമായിട്ടാണ് അവര് വേഷം കെട്ടുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പുലികളും ഒക്കെ ഇവിടെ അല്ലേ അവരൊക്കെ? രണ്ടുപേരുണ്ട്. ഏറ്റവും പ്രായം 7 വയസ്സ്. അതിപ്പോ തന്നു പറഞ്ഞിട്ടുണ്ട് അവര്. അത് ഒരു 8 മണിയാകുമ്പോ എഴുതാനും ഒരു കുട്ടി വരുന്നുണ്ട്. രണ്ട് പിള്ളേരുണ്ട്. പക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഈ ഒരു കുട്ടി. ഈ പുലിമടയിലെ കാഴ്ചകൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആ പുലികളൊക്കെ അങ്ങനെ ഒരുങ്ങി തുടങ്ങുന്നതിന്റെ സമയമാണിപ്പോ. ഒരേ പുലികളും പല നിറത്തിലുള്ള പുലികളൊക്കെ ഇവിടെ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഇത് സാധാ പുലി തന്നെയാണോ? അത് വരയൻ പുലിയാണ്. എത്ര തരത്തിലുള്ള പുലികൾ നമ്മള് വരയൻ, പുള്ളി, പിന്നെ കുറച്ച് കളർ പുലികളുണ്ട്. കരിമ്പുലികളൊക്കെ ഉണ്ടോ? കരിമ്പുലിയുണ്ട്, ഗോൾഡൻ പുലി. അതാണ് അനുമോദ്. ഗോൾഡൻ പുലി, കരിമ്പുലി, അങ്ങനെ വെറൈറ്റി ഓഫ് പുലികളാണ് അവിടെ ഉള്ളത്. അനുമോദ് അവിടെ നിന്ന് തകർക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇനി